ഞാൻ പറഞ്ഞിന് അതിഥികളെ എടുക്കാണ്ട്. അപ്പോൾ അതിഥികളെ എടുക്കാൻ വേണ്ടി ഫിനിക്സിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഉണ്ട്, ജെറുണ്ട്, എന്ത് പറയാ പിന്നെ ഇന്നുണ്ടോ പിന്നെ നാളെ കൂടെ എങ്ങോട്ടും പോവാൻ ചെറിയ വർക്കില്ല. എന്താ വർക്കെന്നോ ഞാൻ 2 അതിഥികളാണ് പറഞ്ഞത്. ഞാൻ ASK ഇങ്ങനെ എക്സ്പെർട്ട്. ഇപ്പൊ 3ാമത്തെ അതിഥി ക്ഷണിക്കപ്പെടാതെ അതിഥി കടന്നു വന്നു. ദൃശ്യത്തിന് നമ്മളിത് ഇറങ്ങുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വെറുതെ ഇന്നലെ നമ്മള് കുറച്ച് വീടുകളിലേക്ക് പോയി, വീടുകളിലേക്ക് പോയി. അപ്പൊ അടിപൊളി നമ്മൾ കുട്ടികളെ വീട്ടിൽ പോവാണ്. നമ്മള് കുട്ടികൾ ഇങ്ങനെ സത്യം എത്ര കുട്ടികളെ വീട്ടിൽ പോവാണ്? നമുക്ക് ഒരു ദിവസം എങ്ങനെ പോയാലും 5-6 മേലെ പോകാൻ കഴിയണില്ല. കാരണം ഓരോരുത്തർ എല്ലാരും കുറച്ച് ടൈമൊക്കെ ഒന്ന് സെറ്റാക്കി ഷെഡ്യൂൾ ടൈം ടേബിൾ അയച്ചു കൊടുത്തു. കറക്റ്റ് ഡേറ്റ് നോക്കിയിട്ട് വിളിക്കാൻ പറഞ്ഞു. റോട്ടിൽ കൂടെ ആൾക്കാർ പോകുമ്പോൾ നമുക്കൊരു മടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതേ കണ്ടു നോക്കണ്ട. പിന്നെ എന്താ പറയുക പോയി. ഓക്കെ, അപ്പൊ ഗൈസ് ഇതാണ് ഇന്നത്തെ വീഡിയോ. അതായത് നമ്മൾ ഓരോരുത്തർ വീട്ടിൽ പോകുമ്പോൾ ശരിക്കും കുറേ അടിപൊളി ഫണ്ണായിട്ടുള്ള ഹാപ്പിയുള്ള കുറേ മൊമെന്റ്സ് ഉണ്ടാവാറുണ്ട്. ശരിക്കും ഡോക്യുമെന്റ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ ഇടുക എന്നുള്ളത് നമ്മൾ കുറച്ചായിട്ട് വിചാരിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം ഇന്നാണ്. ആദ്യം ആരൊക്കെ വീട്ടിൽ പോകണം? നമ്മൾ ആദ്യം പോകാൻ മീനന്റെ വീട്ടിലാണ്. അടിപൊളിയാവുമെന്ന് വിചാരിക്കണേ. അപ്പോൾ നമ്മള് അതിഥികൾ ഇനിയുണ്ട്. ASK ഉണ്ട്. മീനോടെ ലൊക്കേഷൻ അയച്ചു തരാൻ പറഞ്ഞേ. മീനൻ ലൊക്കേഷൻ മാത്രമല്ല അയക്കാം. കട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. കട്ട് ചെയ്യാനെന്തെങ്കിലും പറഞ്ഞോ? കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. കട്ടയിലൊക്കെ അറിയാം. ഇനെന്താ പറഞ്ഞേ? മിനഹനക്ക് ലൊക്കേഷൻ അയച്ചാൽ മിനക്ക് അറിയാം നമ്മള് വരുന്നത്. മിനഹ എന്ത് ചെയ്യും? എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കും. ഉറപ്പാണ്. എല്ലാവരുടെ ലൊക്കേഷൻ ചോദിക്കാം. നല്ല വിശപ്പുണ്ട്. അപ്പോ വീഡിയോയിൽ ഇങ്ങനെ കാണാം. അടിപൊളിയാണ് ടോട്ടല്. മിനന്റെ ഉമ്മ എന്നോട് പറഞ്ഞു വീട്ടിൽ കയറാൻ പറഞ്ഞു. മാത്രം അല്ലല്ല ഇവിടെ വരുമ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ. വേറെ പറഞ്ഞ മാതിരി തോന്നുന്നു. വേറെ ആരൊക്കെ വീട്ടിൽ കിടന്ന് പോണത് അത് പറയാൻ പറ്റൂല. ഇങ്ങനെ സർപ്രൈസ് ഇങ്ങനെ വന്നു അപ്പൊ തോന്നുന്നത് നമുക്ക്. അപ്പൊ കസ്റ്റമർ മീനന്റെ വീട്ടിൽ പോകും. ആ ലൊക്കേഷൻ പിന്നെ ഷർമ പിന്നെ നോക്കാം. അങ്ങനെ വരുമ്പോ വേറെ ആരൊക്കെ ഷിഫന്റെ കൂടെ അങ്ങനെ പോയി. ലൊക്കേഷൻ അയച്ചു ചോദിച്ചു വീട്ടിൽ പോവാൻ നിൽക്കാണ്. എന്ത് ഫുഡായിരിക്കും ആകാംക്ഷ. എന്തെങ്കിലും ഫുഡ് ഞാന് ബ്രോസ്റ്റ്. ഞാൻ ഉദ്ദേശം മന്തിയാണ്. ഞാൻ ഉച്ചക്ക് കഞ്ഞി കുടിച്ചാണ്. പിന്നെ ചോറ് ചെടിയാണ്. രാവിലെ ചായ കുടിച്ചു. നല്ല വിശപ്പുണ്ട്. മന്തി ഉറപ്പാ. ബ്രോസ്റ്റ് മൂസി സാറാ മീൻഹാന്റെ വീട്ടിലത്തെ ഫുഡ് ഏതായാലോ? വീട്ടിലെന്താ ഫുഡ്? ഞാൻ ചിക്കൻ ബിരിയാണി. മിനാന്റെ വീട്ടിലേക്ക് പോവാണ്. ASK വന്നു. ജേബി ഹലോ 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 എവിടെ? അതല്ല ഞങ്ങൾ പോവാണ്. കുഞ്ഞി ഒരതിഥി കൂടെ എടുക്കാനല്ലേ? ഒരതിഥിനെ കൂടെ പിക്ക് ചെയ്യാണ്ട്. പക്ഷെ നമ്മൾ 1 മണിക്കൂർ മുമ്പ് വിളിച്ചു പറഞ്ഞാലേ മേക്കപ്പ് ഒക്കെ ആയിട്ട് സെറ്റായി നിൽക്കുള്ളൂ. നമ്മൾ ഫുൾ വിളിച്ചു പറഞ്ഞ് സെറ്റാക്കിയാണ്. അവിടെ പോകുമ്പോൾ നീ കാണാം. എന്താ വെച്ചാൽ ഞങ്ങള് സ്റ്റുഡൻസിന്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഷിബിൻ എക്സൈറ്റഡ് ആണ്. എന്താ വെച്ചാൽ സ്റ്റുഡൻസിനെ കാണാനല്ല, ഫുഡിന്റെ കാര്യത്തിലാണ് ഷിബിൻ എക്സൈറ്റഡ്. നമ്മളൊക്കെ എന്താ വെച്ചാൽ നമ്മൾ പഠിപ്പിച്ച കുട്ടികളെ നമ്മൾ കുട്ടികളെ അഭിനന്ദിക്കാനും പോകുന്നത്. പക്ഷേ ഷിബിൻ എക്സൈറ്റഡ് ആണത് ഫുഡിന്റെ കാര്യത്തിലാണ്. ഗിഫ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. എന്ത് വാങ്ങാം? ലഡു. ലഡു. അതെ, ലഡു നാഷണൽ ഇതാണ്. എല്ലാ കുട്ടികൾക്കും ഗിഫ്റ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റണില്ല. അതുകൊണ്ടാണ് ഒരു ഷെഡ്യൂൾ നമ്മൾ ക്ഷണിക്കുകയാണെങ്കിൽ നമ്മൾ ചെല്ലുക ചെയ്യുന്നത്. അതിനെ പോയിട്ട് വിളിക്കണം എന്നതാണ്. പോയോക്കാം. ഞങ്ങൾ പോയോ.
ASK നമ്മളെ കുട്ടികൾക്ക് നമ്മളൊന്നും കുറക്കൂലാണ് നല്ല സാധനം. വെറും കൈയോടെ ഒരു വീട്ടിലും കയറി അല്ല നമ്മള് വയറ് നിറക്കാനാണല്ലോ പോകുന്നത്. നമ്മള് വയറിറക്കാൻ പോവല്ല, നമ്മള് കുട്ടികളെ മനസ്സ് നിറക്കാൻ പോവാണ്. അതിനാണ് നമ്മളെ സ്നേഹം കൊണ്ടാണ് സ്നേഹം കൊണ്ട് മനസ്സിറക്കും. മാഷാ അല്ലാ. നമ്മളെല്ലാ കുട്ടികൾക്കും കുട്ടിയൊക്കെ ബിസിയാണ്. ശിവേട്ട അവിടെ ചന്ദ്രനുണ്ടോ? ഇനി ഒരാളെ കൂടെ എടുക്കാണ്ട് അല്ലേ? ഒരാളെ കൂടെ SB എടുക്കാല്ലേ? അപ്പൊ ഇനി നമ്മൾ SB തലേവി തിരുമ്പി വന്നിട്ടെന്ന് സൊല്ലേ ഞങ്ങൾ പോയിച്ചു വരാം. തിരുമ്പി എന്ന് പറഞ്ഞാൽ ഇന്ന് ഫുള്ള് അതാണ് ഉദ്ദേശിച്ചത്. തിരുമ്പി മലയാളത്തിലാണ് ഉദ്ദേശിച്ചത്. അതെ, തിരുമ്പി മലയാളത്തിലാണ്. കുളിച്ചും ചെയ്തു ഫേസ് നല്ലോണം മേക്കപ്പ് ഇട്ട് തിരുമ്പിക്കണോ? ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ആദ്യത്തെ വീട്ടിലെത്തി. നിങ്ങൾ ഇറങ്ങി എന്നിട്ട് ഞാൻ ഇറങ്ങാം. ഇറങ്ങി ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ബാക്കി വ്ലോഗ് അല്ല ഈ ട്രൈപ്പോഡൊക്കെ ആയിട്ട് പോണ അല്ലെങ്കിൽ ക്യാമറമാനോ നമുക്ക് ശരിക്ക് അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഇതാണ് വീട്. അതാ ഒന്നുകൂടെ ഇറങ്ങി വാ. ഒന്നുകൂടെ ഇറങ്ങി വെച്ചാൽ ഞങ്ങൾ ഇൻട്രോ എടുത്തില്ല. ഇങ്ങോട്ടില്ല. ഒരു ഹായ് കൊടുക്കൂ. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഫിനിക്സിന്റെ താരങ്ങൾ ആദരിക്കുന്ന ചടങ്ങാണ്. ഹലോ. പ്രിൻസിപ്പിൾ കണ്ണിലുണ്ണി. അല്ല നമുക്ക് ഉള്ളിരിക്കാം. സർപ്രൈസ് ആയി വന്നാലും അല്ല ASKന്റെ ഫോൺ ഫോട്ടോ എടുക്കണോ? ഫോട്ടോ എടുക്കാം. വണ്ടിയിലുണ്ട്. ഇത് ഞാൻ വിചാരിക്കാത്ത നേരത്താണ് ഞങ്ങൾ പോകുന്നത്. ഫുൾ സർപ്രൈസ്. ഫിനിക്സ് ടീമിന് എനിക്ക് അറിയാഞ്ഞിട്ടാണ്. വിചാരിച്ചത് അങ്ങനെയാണ് കാര്യം. എനിക്ക് മാത്രമേ വീട് അറിയുന്നുണ്ടായിരുന്നു. ഞാൻ ഇടക്കിടക്ക് കാണലുണ്ട്. സൈഡിലാണെന്ന് എനിക്കറിയാം. ആ സൗണ്ട്, ആ വണ്ടിന്റെ സൗണ്ട് ഇട്ടൊന്ന് നോക്കും. ആ വണ്ടിക്കാണെങ്കിൽ വേറെ സൗണ്ട് ആണേലും. ഞാനത് കട്ട് ചെയ്യട്ടോ. ഞാനിട്ടോ ഞാനൊന്ന് കട്ട് ചെയ്യട്ടോ. സ്നേഹനിധിയായ കൽപ്പന്റെ കാന്താരി. ഈ വീടിന്റെ അപ്പുറത്താണ് നമ്മുടെ ഞാൻ ഇതിൽ കൂടെ പോകുമ്പോഴൊക്കെ ഇത്രയും വലിയൊരു വീട് തന്നെ കാണലുണ്ട്. ഈ വീട് ആരും നമുക്ക് അറിയില്ലല്ലോ. ഇപ്പോഴാണത് ഈ സമയത്താണ് പോണെങ്കിൽ വൈകുന്നേരം സമയത്താണ് ഈ ചായ അടിച്ചു. എന്താണ് വേണ്ടത് പറയൂ. എന്തൊക്കെയുള്ളത്? ഞങ്ങളിപ്പോ അന്നെ കാണുന്ന സർപ്രൈസ് ആക്കാൻ വേണ്ടിയാണ്. ഞങ്ങള് വേറെ ദിവസം എന്തായാലും വരില്ലേ. ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഞങ്ങളെ സ്റ്റാർട്ടിങ് ലൈറ്റ് ആയിട്ട് തുടങ്ങാം. പിന്നെ എന്തെങ്കിലും റെഡിയാക്കി വെച്ചു ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കാം. പിന്നെ അപ്പൊ അങ്ങനെ അവിടെ ഡെയിലി പോയി വരാണോ? ഒക്കെ SBന്റെ ഏരിയയാണ്. ഉത്സവത്തിന് ആന വന്നാലും മതി. SBയെ പോകും എല്ലാ ഉത്സവത്തിനും.
അടുത്ത ഇവിടെ ഉത്സവത്തിന് SBI അടഞ്ഞു ലാലേട്ടൊന്ന് വാങ്ങി കൊടുക്കൂല SBI അടഞ്ഞു. SBI ഒന്നും മിണ്ടൂല ക്യാമറ. എന്തല്ലേ നാളെ UK കല്യാണം. ആർക്കെ UK പോകുന്നുണ്ട്? നാളെ എനിക്ക് UK ആണ്. ഓഫ് പാസ്പോർട്ട് ഞാൻ അയച്ചു കൊടുത്തു. പാസ്പോർട്ട് അയച്ചു കൊടുക്കേ. അത് വെരിഫിക്കേഷൻ എന്തോ ടിക്കറ്റിന് വേണ്ടി എന്തൊക്കെയല്ല ലൈഫ് തന്നെ. നമ്മളെ ന്യൂ ബ്ലോഗർ SBA വ്ളോഗ്സ് നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അടിച്ചു പൊളിക്കുക. SBA വ്ളോഗ്സ് കുട്ടികൾ പോകും. മാംഗോ ജ്യൂസാ സ്മെല്ല് ഉണ്ടാവും. ഇതാണ് ചെവി. വേറെ ഉണ്ടോ ഇതിനെ പറ്റി പറയും? ഇതെന്താ സംഭവം? ഞങ്ങൾക്ക് മനസ്സിലായില്ല. പ്രേക്ഷകർക്ക് വേണ്ടി ക്ഷമ പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ്. ഓക്കെ എന്താണ്? ഇതൊരു സാധനം, അതിന്റെ ഇത് വേറെ സാധനം, ഇത് വേറെ സാധനം, രണ്ടും വേറെ വേറെ സാധനം. അതിന്റെ സാധനം അതിന്റെ ബാക്കില്. ഇതെങ്ങനെ ഇതെന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്? മണത്തിന്. ഇതെങ്ങനെ മണക്കാം? ഈ നേരത്തെ പറഞ്ഞിങ്ങനെ വണ്ടി കിടക്കണല്ലോ. ക്യൂട്ട് കിഡ്. അവിടെ മീനൊക്കെ ഉണ്ട്. കാണാൻ പറ്റുണ്ടോന്ന് അറിയില്ല. ഇലക്ട്രിക് EV Tata.EV ആണ് ക്ഷമൻ്റെ വീട്ടിൽ യൂസ് ചെയ്യണത്. പോർച്ചിൽ വേറൊരു വണ്ടി കൂടെ ഉണ്ട്. വേറെ ഇപ്പം എന്താ സെറ്റാണ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അയ്യോ എന്തൊക്കെയാ എന്നിട്ട് ഡീൽ സെറ്റാക്കി. കോളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. എന്താണ് കോളെന്ന് മനസ്സിലാകുന്നില്ല. HM ആണ്, പ്രിൻസിപ്പൾ ആണെന്നൊക്കെ പറഞ്ഞു. ആദ്യത്തെ HM ആണ് ലേഡിയാണ്. ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ് അറിയാക്ക്. അതുകൊണ്ട് നമ്മൾ ഇന്നേ ലാലേട്ടന്റെ പോലെ May 21 ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്. അതറിയില്ല. അതുകൊണ്ടാണ് നാളെ ദൃശ്യം 3 അല്ല ദൃശ്യം റിലീസ് ചെയ്യുന്നത്. May 24 സ്വയം പ്രഖ്യാപിത ലെജൻഡ്. സ്വന്തമായിട്ട് ലെജൻഡ് ആര്? ഞാൻ തന്നെ. അല്ല May 24 ആരാണ്? ഞാൻ തന്നെ ലെജൻഡ്. പഞ്ചായത്ത് ലെജൻഡ്. അതെന്താ പറയാ, മോഹൻലാല് അതുപോലെ തന്നെ അങ്ങനെ ആൾക്കാരുണ്ടല്ലോ. മോഹൻലാല്, പിണറായി വിജയൻ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. സതീശനും മെയ് മാസം. പക്ഷെ ഞാൻ അളിച്ചതല്ല. ഈ കൂട്ടത്തിൽ SBA വിട്ടുന്നതാണ്. ഇവരൊക്കെ ലെജൻസ് ആണ്. ഇത് ലെജൻഡ് അല്ലാത്ത ആളെ AJP രേണുസുധിയൊക്കെ ആ ഒരു കാറ്റഗറിയിൽ ഫുൾ ഇന്റർവ്യൂ കണ്ട് ജീവിതകഥ ഒക്കെ പറഞ്ഞു. രേണുസുധി കഷ്ടപ്പെട്ടാണ് ഇതിഹാസം സൃഷ്ടിച്ചത്. ഇന്റർവ്യൂ ഒന്നും മിസ്സാക്കരുത്. എന്നാ നമുക്ക് പോവല്ലേ? അങ്ങനെ പറയുമ്പോൾ ഫുഡ് പെട്ടെന്ന് വരും. ഇതുവരെ പോകണ്ട. അപ്പോൾ ക്ലാസ് മാത്രം എന്തൊക്കെ ഒച്ചപ്പെടുന്നുണ്ട്. അപ്പൊ ഒരു പ്രത്യേകത അതിങ്ങനെ അല്ല നമുക്ക് വേറെ കുറെ വീടുകളിൽ പോവാണ്ട്. ആ ഒരു ഞങ്ങളെ പോന്നപ്പോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങള് കുട്ടികളെ അഭിനന്ദിക്കാനാണ് പോണത്. ഓനല്ല ഓൻ ഞാൻ അഭിനന്ദിക്കാൻ വരി അഭിനന്ദിക്കാൻ വരി ഒരു ഫോട്ടോ. അല്ല എനിക്ക് എങ്ങനെയുണ്ട്? എന്ത് തോന്നുന്നു ഫിനിക്സിനെ കുറിച്ച്? രണ്ടു ആൾക്കാർ സൂപ്പർ. ഈ അധ്യാപകരെ കുറിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എന്താ നിർദ്ദേശങ്ങൾ? എന്തൊരു വിഷയം. HM ഒന്ന് മാറിയിട്ടില്ല. റബ്ബേ എന്തൊക്കെ സ്വയം പ്രഖ്യാപിത HM തോന്നുന്നുണ്ട്. HMന്റെ വലം കൈയാണ്. വലം കൈ
അഭിനന്ദിക്കാം. രണ്ട് കുപ്പി ഗ്ലാസ് രസം ഉണ്ടാവുമല്ലോ. രണ്ട് ജ്യൂസ്. ഒന്ന് മാംഗോ ജ്യൂസ്, ഒന്ന് പൈനാപ്പിൾ ജ്യൂസ്. മാംഗോ ജ്യൂസ് ഉണ്ട്, പൈനാപ്പിൾ ജ്യൂസും ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോയി. അപ്പം എനിക്ക് തോന്നുന്നുണ്ട് ക്ഷണിക്കട്ടെ. മനസ്സിലാച്ചാ പോലെയുണ്ടോ അവിടെ എത്തിക്കണു അങ്ങനത്തെ അങ്ങനെ എന്താ ഒന്നും വേണ്ടില്ലെന്ന് വില പറയാം. ഇതൊന്നും വേണ്ടിയിരുന്നു. ഇത്രക്കൊന്നും വേണ്ടില്ല കേട്ടാ. എങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു കവർ എടുത്ത് പോന്നാൽ മതിയായിരുന്നു. കൈ കേൾക്കാതിരുന്നാണ് കൈ പിടിച്ചു ഇരുന്നു. ഈ നീക്കാൻ വയ്യ. ഓ ടോപ്പ് രണ്ട് സെറ്റാണ്. തുറക്കാൻ നേരെ ഒരാൾ നെയ്യത്തൊക്കെ മറന്നുപോയി. ഒക്കെ സെറ്റായി രാവിലെ പറയാൻ നാളെ ഞാൻ വിടുന്നില്ല. നാളെ എന്തായാലും എടുക്കും. മറ്റേ അവർക്കും ഉണ്ട്. അവർക്ക് കൊടുക്കാം. കാലിയാക്കിയിട്ടുണ്ട് ഗൈസ്. എങ്ങനെ ഞാന് മസിൽ സാറാണല്ലോ. ഞാനും വിചാരിച്ചു കൈ കഴിക്കാൻ ശീലയില്ല മൂപ്പരിക്കും. സാധാരണ ടിഷ്യൂ കൾച്ചറാണ്. മറ്റേ ടേബിൾ തന്നെ വെള്ളം വെക്കല ബൗളാണ്. മറ്റേ ബൗളിലുണ്ടായിക്കല ടോപ്പിലാ ഫുഡ്. മാംഗോ ജ്യൂസ് ടോപ്പ്. നേരം ഇരുട്ടിയിട്ടുണ്ട്. രാത്രി ഗോപുരൻ്റെ പെർഫോമൻസ് എങ്ങനെ നമുക്ക് അറിയൂല. നമ്മൾ ഈ ഒരു ലിസ്റ്റ് കേട്ടോ നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. നമ്മൾ പോവാണ് ഗൈസ്. മറ്റേ ബാക്ക്ഗ്രൗണ്ട് ടോപ്പ് ആണ് വീട്. സെവൻ്റെ വീട് ഗൈസ്. എൻ്റെ മോനെ ഗൈസ് തീരെ ലൈറ്റില്ലാന്നറിയാം. എത്രത്തോളം എന്താ പറയുക കാണുന്നുണ്ട് അറിയാം. നമ്മളിപ്പോൾ ആകെ ഒരു കുട്ടീൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ളൂ. നമ്മളിപ്പോൾ ആകെ ഒരു കുട്ടീൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ളൂ. അപ്പോൾ ലൈക്ക് ഒരു അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ടൈമുണ്ട്. നമ്മൾ ഇങ്ങനെ പരിപാടി ക്യാമറ ഒക്കെ പിടിച്ച് പോകുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടൈം എടുക്കും. പിന്നെ പറഞ്ഞ മാതിരി പെൻഡിങ് വർക്കൊന്നും ഇല്ലാത്ത വലിയ ഫ്രീ ആയിട്ടുള്ളൊരു ഡേ വന്നപ്പോൾ അങ്ങനെ വ്ളോഗിങ് തുടങ്ങിയെന്നുള്ളൂ. പിന്നെ പറഞ്ഞ മാതിരി JB ASK കുറേ ആയി പറയണേ ഈ പരിപാടി. നമ്മളത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാകുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ബാക്കിക്ക് കാല് വെക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഒരു വീട്ടിലേക്ക് പോയിട്ടുള്ളൂ. ഇനി കുറേ വീഡിയോകളുണ്ട്. അവർക്കപ്പോൾ വരും. അപ്പോൾ ബാക്കി വീഡിയോ എല്ലാവരും കഴിയുന്നത്ര കാണാം. എന്നിട്ട് എന്തെങ്കിലും നെഗറ്റീവ്സ് കണ്ട ഒരു SB ഉണ്ട് അവിടെ. എന്തെങ്കിലും നെഗറ്റീവ്സ് കണ്ടെങ്കിൽ പറയാം. ഓക്കെ മിൻഹന്റെ വീട് കിട്ടി ഗൈസ്. എന്റെ ലൊക്കേഷൻ കിട്ടണ്ടേ? ആളെ കിട്ടി ഗൈസ്. ആളെ കിട്ടിയിട്ടുണ്ട്. എന്റെ പെരേക്ക് പോണേ എന്തൊക്കെ സിബിനെ എത്തേ എവിടൊക്കെ
റിവേഴ്സ് എടുത്ത് വരുന്നുണ്ട്. ആ വീടാണ് ലൊക്കേഷൻ ഇവൾ അവിടെ നിന്നാണ് ലൊക്കേഷൻ ഫുഡ് ഇങ്ങള് മറ്റേ 5:30 വിളിച്ചുകാണ്ട് ഒരു വിവരം ഞങ്ങളെ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ വിളിച്ചിട്ടില്ലല്ലോ ലൊക്കേഷൻ അല്ലേ ഇരുന്നൂടെ നിക്കണ്ട് ചെയ്യുന്നു. എന്നാ എനിക്കൊന്ന് വിളിച്ചു ചോദിച്ചൂടെ നിങ്ങൾ എവിടെ എത്തിയെന്ന്? എനിക്കൊന്ന് ചോദിച്ചൂടെ എവിടെ എത്തിയെന്ന്? അങ്ങനെ വന്നപ്പോഴേ ആദ്യം വിചാരിച്ചു ഷെഹ്മന്റെ വീട് കഴിഞ്ഞിട്ട് എന്റെ വീട്. ഞങ്ങൾ ഷെഹ്മന്റെ വീട്ടിൽ നിന്ന് വഴി ചോദിക്കാൻ വേണ്ടി കയറി. ഷെഹ്മന്റെ വീട്ടിലൊന്ന് വഴി ചോദിക്കാൻ കയറി. ഞങ്ങൾ ഇറങ്ങി. ഏതാ വീട്? പോലെ അതാണ് അത് കാണുന്ന അവിടെ വണ്ടി തന്നെ ഇവിടെ റോട്ടിലിടാൻ പറ്റില്ല. കോപ്രോ ഈ ഗ്യാപ്പിൽ ഇതാ ഡഞ്ചറന്ന്. അപ്പൊ നിമിയന്റെ പേര് കണ്ടില്ല ആകാശത്തേക്ക് അതരക്കണേ എന്റെ വാക്കിയ ആ സോനുമോന്റെ മതി. സോനുമോന്റെ ഇതാണ് സോനുമോനല്ലേ? ഷിബിൻ സാർ റിവേഴ്സ് എടുത്ത് വന്നു ഞങ്ങള്. അതെ അതെ മറ്റേ തെറ്റിയില്ല. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ. മറ്റേ ആ വീട്ടിലാണ് ഗൂഗിൾ മാപ്പ് ആക്കിയത്. SBI എല്ലാ അമ്പലത്തിലും പോകും. ഒരാളില്ലേ അതെ അപമാനിക്കല്ലേ. ഞാൻ അവരോട് പറഞ്ഞു അമ്പല റോഡാണോ ചോദിച്ചു നോക്കുന്നുള്ളത്. പേളിമാണിന്റെ മുടിയും അമ്മായിന്റെ സ്വഭാവം. അല്ലോ നിങ്ങൾ എങ്ങട്ടാ പോയിക്കണത്? അവിടെ ഞാൻ വിളിച്ചിട്ടില്ല. മെസ്സേജ് ലൊക്കേഷൻ മെസ്സേജ് ഓള് വിളിച്ചു. ഓള് മറ്റേ നെച്ചിക്കാട്ടിൽ ലൊക്കേഷൻ അയപ്പിച്ച് പറ്റിച്ചു. വഴി തെറ്റിയോ ചോദിക്കട്ടെ. ഉത്തരവാദിത്തം എനിക്കില്ല. ചോദിച്ചോ. യാറിത് നമ്മളെ സോനു മോനുടെ ഓനെന്താണോ സോനു ചേച്ചി ഓന് മറ്റേ ഷർവാണി കിടാൻ പോയി. ഈ HM ഇത് കഴിഞ്ഞ ഫസ്റ്റ് വരി സ്കൂൾ ഇയാളില്ലെങ്കിൽ വർക്ക് ചെയ്യൂല. ക്യാമറ ഓൺ ആക്കിയാലോ കാണാൻ വന്നല്ലേ? എന്നെ കാണാൻ വന്നതാ. ചോറ് കഴിച്ചു. സോനു വേറെ എന്താ ഓടിച്ചാട്ടി വരുന്നോ? പുതിയ ഡ്രസ്സൊക്കെ ഞങ്ങൾ 2 ചെറുക്കന്മാരെ എത്തിയിട്ടുണ്ട്. ഇത് സോനു, ഇത് മോനു. ഇത് മോനു, ഇത് സോനു. ഇതാ സോനുവിന്റെ മോനുടെ നടുവിലൊരു SBIക്ക് മാത്രം ജ്യൂസ് ഇല്ല ഗൈസ്. ഓ അത് ഷുഗർ ആയതുകൊണ്ടാ? ഷുഗർ ആയതുകൊണ്ടാ? പക്ഷെ ഷിബിന് പിന്നെ ഷുഗർ കട്ടാണ്. ഇതാരാ? ഉപ്പിട്ട കഞ്ഞിവെള്ളം തന്നെ നല്ല കട്ടി പറ്റൂല. കട്ടി കുറഞ്ഞു നോട്ടെ അത് ഫാഷനാണ്. ഫാഷനാ. ചിരിക്കൊരു 100 മാർക്ക് കൊടുക്കണം. മാഷാഅല്ലാഹ്. അതെ ഹൈലോഡാണ്. ഞാൻ പ്രോട്ടീൻ പ്രോട്ടീൻ ഡ്രിങ്ക് മാത്രം കുടിക്കണം. എനിക്കറിയില്ല. നേരത്തെ ഷെമന്റെ അവിടുന്ന് 4 ജ്യൂസൊക്കെയാണ് കയറ്റിയത്. ഞങ്ങൾ വൈ ചോദിക്കാൻ വൈ ചോദിക്കാൻ ഷെമനോട് പോയി. വൈ കിട്ടിയില്ല. അല്ലെങ്കിൽ മീന അങ്ങനെ തന്നെയാണ്.
നമ്മളെത്ര ചെയ്താലും ഓക്കെ ഞാൻ തന്നെ. പക്ഷെ നമ്മള് സോനുവിനും മോനും കാണാൻ വേണ്ടി വന്നു. രണ്ടു വാക്ക് പറയും. തിരിച്ചു വിളിച്ചോണ്ട് ഹായ് ഗൈസ്. ഹലോ എല്ലാരും. ഹായ് ഗൈസ്. എന്താ ഇത് ഇങ്ങനൊക്കെ ഒരു സാധനം? ഇതിലൊക്കെ ഇങ്ങനെയല്ലേക്കും കണ്ടിക്ക. ഇങ്ങനെ ഈ തന്നോട് പറഞ്ഞ ഇതൊക്കെ ആ ചുരുളമുടിനോട് ഇങ്ങനെ വരാൻ പറഞ്ഞ ഇങ്ങനെയൊന്നല്ല. ഇത് ഇങ്ങനെ മയില് തീർത്തിയ മാതിരി. എന്റെ അനിയത്തിമാരാണ് ഗൈസ് അല്ലേ? പേടി മണി. നമ്മളെ ക്യാമറ മറ്റൊരാൾക്ക് കൈമാറാണ്. വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? കവർ കാറ്റ് മാത്രം വരുന്ന സമയത്ത് മിൻഹ പറഞ്ഞ ഒറ്റമൂലിയാണ് സൗണ്ട് തിരിച്ചിട്ടാണ് കാരണം. ഞാൻ എവിടെയും പറയും കേട്ടോ അത് ഇനി മറ്റേ ഇത് ശർക്കര എത്ര ആൾക്കാരാ ഒച്ചൊന്നു ലാഭമായി. നാളെ പരിപാടി എന്നിട്ട് എന്താ പിന്നെ പറയാനുള്ളത്? 10 ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഫിനിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടിക്ക് ഇവിടെ കളിച്ചു. എന്താ പറയാനുള്ളത്? ഫിനിക്സ് സൂപ്പർ. ഒരു 5 വാക്ക്. ഫിനിക്സിലൊരു ക്യാമറമാൻ ഇല്ല. എന്താ പറയാനുള്ളത്? എങ്ങനെയുണ്ട് ഫിനിക്സ്? ജോസഫിന്റെ ചിരിനെ കാട്ടി അടിപൊളി. എങ്ങനെയുണ്ട് ഫിനിക്സ്? എങ്ങനെയുണ്ട്? ഇനി ഫിനിക്സിലേക്ക് വരാൻ ഇനി ഫിനിക്സിലേക്ക് വരാൻ പോണ കുട്ടികളോട് നിങ്ങളിങ്ങനെ പേടിപ്പിക്കും. എന്ത് പറയാനുള്ളത് ഫിനിക്സിലേക്ക്? ഫിനിക്സിലേക്ക് വരൂ, എൻജോയ് ചെയ്യും. നമ്മളങ്ങനെ രണ്ടാമത്തെ വീടാണിത്. പക്ഷെ രണ്ടാമത്തെ വീടെത്തിയപ്പോ തന്നെ വയറൊക്കെ നിറഞ്ഞേക്കണ. 2 വീടും കൂടെ ഉണ്ട്. എനിക്കറിയില്ല സൗണ്ട് ശരിക്കും കിട്ടുന്നുണ്ടോ, വീഡിയോ ശരിക്കും ക്ലാരിറ്റി ഉണ്ടോ ഒന്നും അറിയില്ല. ചാർജ് പകുതി കഴിഞ്ഞേക്കണ്. ബാക്കി ഇനി എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ നോക്കണം എങ്ങനെയുണ്ട് സാധനം എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഞാനിങ്ങനെ ടെൻഷനുണ്ട്, കാരണം വീഡിയോ എങ്ങനെയുണ്ടെന്നുള്ള അറിയില്ല. വീഡിയോ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ എല്ലതും എങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും കമൻറ്റ് ഇടാം. എന്തെങ്കിലും സോനു എന്ത് പറയാനുള്ളത്? സോനൊരു പാട്ട് പാടില്ല. സോനൊരു പാട്ട് പാടും. ആ മോനൊരു പാട്ട് പാടും. 3, 2, 1 സ്റ്റാർട്ട്. ഒരു പാട്ട് പാടിയിരുന്നു. ഏതായിരുന്നു പാട്ട്? ഏതായിരുന്നടാ? ചക്കയോ ചക്കച്ചോളയോ? അല്ല മഴയുടെ പാട്ടില്ലടാ ഇപ്പൊ നമ്മള് അതിലെ ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്ത് വാങ്ങാൻ പോയിന്നോ? അതെ കൊച്ചു കുഞ്ഞിന്റെ അതന്നെ അവിടെ
ഇത്ര നേരം ആറ്റിനോട്ട് ഇരുന്ന് വെറുതെ എന്നാ അപേക്ഷ കൊടുത്തിന് തന്നെ ഫോമൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞു തരണം ഇതന്നെ പേര് ഇല്ലാതെ ഓരോ ലെറ്ററുമാണ് നമുക്ക് പോവാന്ന് ഓടി പിന്നെ കൊടുക്കാൻ പേരെന്താ പറഞ്ഞേ സജ്ജുന നമ്മള് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പോവാണ് ഗൈസ് പോകണ്ട പോണ്ടല്ലോ അല്ലേ നിങ്ങള് ഇവിടെ നിങ്ങൾ പറഞ്ഞതാട്ടാ ബ്രോസ്റ്റായി നിങ്ങൾ പറഞ്ഞ ടോപ്പ് എന്റെ ഊഹങ്ങളൊന്നും തെറ്റാറില്ല കാൽക്കുലേറ്റഡ് ഗസ് പോണ കാറ് കയറണമെന്നാ ഓർക്കൊരു കുഴപ്പമില്ല ഓർക്കൊരു കുഴപ്പമില്ല ഞങ്ങളെ ആദ്യത്തെ കുട്ടികളാണ് നിങ്ങൾ പോവാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാണ് ഒരു ഇറങ്ങും ബട്ട് ദ ഫിയർ ഈസ് ചാർജ് ഭയങ്കര ലോ ആണ് ഓക്കെ ഗൈസ് അപ്പോൾ ശരി ഇനി അടുത്ത വീട്ടിലേക്ക് പോവില്ലെന്ന് അറിയില്ല അടുത്ത വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത വീട് കാണിക്കാം അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഓരോരുത്തരുടെ വീട്ടിൽ നിന്നൊക്കെ വിളി വരൽ തുടങ്ങി സോ ഗൈസ് ഞങ്ങൾ ഇന്നത്തെ പ്രയാണം അവസാനിപ്പിച്ചു ബാക്കി തുടരും പിന്നെ വേറൊരു ദിവസം ഞാൻ വേണ്ടേ ഞാനും ഇല്ലേ പ്രണയം ഇന്ന് ഞങ്ങൾ പോയ വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് അടിപൊളി ഫീഡ്ബാക്ക് കിട്ടിയത് ഏസ്കേക്ക് വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു ഇനി ഒന്നും വേണ്ടെന്ന് പറഞ്ഞത് അത്രയും നല്ല ഫീഡ്ബാക്ക് നമുക്ക് കിട്ടി നമ്മള് പഠിപ്പിച്ചതിന് നമുക്ക് റാത്തായി. പക്ഷെ എന്റെ സംശയം എല്ലാരും വീഡിയോ ഫുള്ള് കാണുമോ എന്നുള്ളതാണ്. കാണാൻ സാധ്യത ഉണ്ടോ? അത്രക്കും എല്ലാരും ഫുള്ള് കണ്ടിട്ട് അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്. ദൃശ്യം 3 ഇതാണ് അവസാനം പറയും. അപ്പൊ എല്ലാരും കണ്ട് നമ്മളെ വീഡിയോ അവസാനിപ്പിക്കാണ്. എല്ലാരും എന്ത് ചെയ്യാ, ലൈക്ക് അടിക്കുക, കമന്റ് ഇടുക, ഞാൻ ബൈ ബൈ. വീണ്ടും സന്ധിക്കുമാറേ വണക്കം.